വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പിച്ച് ഐ ക്യൂ. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് 2 ഓഫ് IPL ടീം പ്രിവ്യൂ ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ RCB, പഞ്ചാബ് കിങ്സ്, മുംബൈ ഇന്ത്യൻസ്, ഗുജറാത്ത് ടൈറ്റൻസ് ആൻഡ് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചൊരു ചെറിയ പ്രിവ്യൂ ചെയ്തു. ഈ പാർട്ടിൽ നമ്മൾ CSK, SRH, LSG, KKR ആൻഡ് രാജസ്ഥാൻ റോയൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്ട്രെയിറ്റ് കാര്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് CSK കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിഷ്ണു, CSK. യെസ്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ടീമുകളിൽ ഒന്നാണ് അല്ലേ CSK, MI ആൻഡ് RCB. അപ്പം 3 ഹെവി വെയ്റ്റ്സ്. അപ്പം അതിലൊരാളാണ്. പതിവിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇത്തവണ യൂത്തിന് വെയിറ്റ് കൊടുത്തിട്ടാണ് CSK വരുന്നത്. യൂഷ്വലി നമുക്കറിയാം അവർ ഓൾഡ് വാർ ഹൗസസിൻ്റെ ഒരു ഫോമാറ്റാണ് അവർ ഫോളോ ചെയ്യുക. നമ്മൾ പലപ്പോഴും ഏജ് ഔട്ട് ആയെന്ന് തോന്നിയ പ്ലേയേഴ്സിനെ ഒക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് അവർ അതുപോലത്തെ ഒരു സ്റ്റൈലായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ രണ്ട് ഡിസപ്പോയിന്റിങ് സീസൺസ് അവർക്ക് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ദേ ലെറ്റ് ഗോ ഓഫ് എ ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ആൻഡ് ദേ ബാങ്ക്ഡ് ബിഗ് ഓൺ യൂത്ത്. പിന്നെ നമുക്കറിയാം ദ ബിഗ് ക്വസ്റ്റ്യൻ ലൈക്ക് വി ടോക്ട് അബൌട്ട് ഇൻ ദ പ്രീവിയസ് എപ്പിസോഡ്, ഇസ് ദിസ് എ ഫൈനൽ സീസൺ ഓഫ് MSD? പക്ഷേ this big question we've been asking ourselves for the last 5 years, അല്ലേ? And the strawberry farmer keeps coming back for one more season. So never know. Let's see. But anyway, it's going to be a very interesting season for CSK. ഓക്കെ, താങ്ക് യു വിഷ്ണു. ആൻഡ് ഹോപ്പ്ഫുള്ളി ധോണി ഇഞ്ചുറി ഫ്രീ ആയിട്ട് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് വിഷ്ണുവിനോട് ചോദിക്കാനുള്ളത്, CSK ഇപ്പോഴും ഒരു ട്രാൻസിഷൻ ഫേസിലാണോ? അവരൊരു ഇപ്പോഴത്തെ യങ്ങർ ടീംസ്, അതായത് ഇത്തിരി യങ്ങർ ടീമാണ് ഇത്തവണ എന്ന് വിഷ്ണു സൂചിപ്പിച്ചു. CSK കഴിഞ്ഞ തവണ വരെ ഒരു ഇത്തിരി ഓൾഡ് ടീമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആ യൂത്ത്ഫുൾ എനർജി അവരെ കമ്പയർ ടു മറ്റു ടീമുകളെല്ലാം നല്ല യങ് ടീംസാണ്. അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് റിസ്ക് ഉണ്ടോ ചെന്നൈ കുറച്ച് പുറകിലോട്ട് പോകാൻ കഴിഞ്ഞ 2 സീസണിലേക്ക് വിട്ട്? കഴിഞ്ഞ നമുക്കറിയാം 2 സീസണിലും 5-ാമതും 8-ാമതും അല്ലെ, അതോ 10-ാമതായിരുന്നു കഴിഞ്ഞ തവണ ലാസ്റ്റ് ആയിരുന്നു, മുമ്പത്തെ തവണ 5-ാമതായിരുന്നു. ഓക്കെ, അവർക്ക് ഈ കമ്പയർ ടു അതർ യങ് ടീംസ്, ആർ ദേ ഇൻ ദ റിസ്ക് ഓഫ് ഫോളിംഗ് ബിഹൈൻഡ് ഓർ ആർ ദേ സ്റ്റിൽ ഇൻ എ ട്രാൻസിഷൻ ഫേസ്? I think they will probably fall behind a little bit this season, unfortunately. ഞാൻ ടോപ്പ് 4 CSK ഇത്തവണ ടോപ്പ് 4 ഫിനിഷ് ചെയ്യുന്ന ചാൻസസ് ഞാൻ വളരെ കുറവേ കാണുന്നുള്ളൂ. ഒബ്വിയസ്ലി ദേ ക്യാൻ ബി എ ഡാർക്ക് ഹോഴ്സസ് ആൻഡ് തിങ്സ് കെൻ ക്ലിക്ക് ആൻഡ് മേ ബി ദേ വിൽ ഡു വെൽ. പക്ഷേ നമുക്കറിയാം ദേ ലോസ് സം ബിഗ് പ്ലേയേഴ്സ് അല്ലേ. മതീഷ പാതിരാന, രവീന്ദ്ര ജഡേജ, സാം കരൻ, these are crucial players. Jadeja 4 overs in the middle, it's very important for CSK bowling, and Padirana at the depth, so they will miss them. So bowling nalla weak aanu ithavana comparatively, and one of the players they were counting on, Ellis, I think he was a sure shot. ende CSK യുടെ ഓവർസീസിൽ 4 പേരിൽ ഉറപ്പായിട്ടുണ്ടായിരുന്ന 2 players ആണ് ബ്രെവിസ് ആൻഡ് എല്ലിസ്. I thought they were going to play all 14 games. ആൻഡ് എല്ലിസ് ആയിരിക്കും ഡെത്ത് ഓവേഴ്സ് 17 to 20 എറിയുമ്പോൾ അതിലൊരു 2 overs എറിയുന്ന എല്ലിസ് ആയിരിക്കും ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എല്ലിസ് മിസ്സായി. പകരം അവർ എടുത്ത സ്പെൻസർ ജോൺസൺ 1 മാസം കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യുള്ളൂ. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഏപ്രിൽ ഇസ് വെൻ ഈസ് ഗോണ ജോയിൻ. സോ ഹി വോണ്ട് ബി അവൈലബിൾ ഫോർ ദ ഫസ്റ്റ് ഹാഫ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ ബോളിംഗ് വീക്കാണ്. സോ ആൻഡ് ലൈക്ക് യു നോ, നമ്മൾ ഈ പറഞ്ഞ പ്ലേയേഴ്സിനൊക്കെ പകരം ജഡേജയ്ക്ക് പകരം വരുന്നത് പ്രശാന്ത് വീർ ആണ്. ഐ എം എക്സ്പെക്ടിങ് ഹിം ടു പ്ലേ എ ലോട്ട് ദിസ് സീസൺ because that combination needs to be right. So I'm guessing Prashant Veer might get more games than someone like Karthik Sharma. Pinne even and their like pinne Ayush Matre of course is another player that will be in the top 3. Enikku Sanju, Ruturaj and Ayush Matre, that's the top 3 I'm seeing at least for the first 5-6 games. Other workout ആയില്ലെങ്കിൽ maybe they'll change, but I'm expecting this top 3. Ritu already confirmed that Ritu and Sanju will be opening. അപ്പോൾ ആയുഷ് 3-മതായിരിക്കും വരിക. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന പ്ലേയേഴ്സ് ആയാലും ബ്രെവിസ് ആയാലും വെരി ഡേഞ്ചറസ് പ്ലെയർ. ഇറ്റ് കുഡ് ബി എ ബിഗ് സീസൺ ഫോർ ഹിം, ബട്ട് അഗൈൻ അനദർ യങ് പ്ലെയർ along with Noor Ahmed. I'm also expecting him to play most games this season. അപ്പം അതും ഒരു യങ് പ്ലെയർ ആണ്. So they're banking big on youth this season. Obviously there's experience in the like MS obviously. പിന്നെ Jamie Overton might get a few games this season. So I'm thinking ബ്രെവിസും നൂർ അഹമ്മദും അല്ലാണ്ട് I'm expecting Jamie Overton and maybe Matt Henry or Akil Hussain, one of them,
to come in. So അതാണ് എൻ്റെ overseas combination. But I'm thinking it will be a tough season for them. They will maybe finish somewhere in the middle, is what I'm thinking. So yeah, Okay. transition. Yes, transition ആണ് എപ്പോഴും എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് അക്കീൽ ഹുസൈൻ ഇസ് ഗോയിങ് ടു ബി എ കീ പ്ലെയർ. എനിക്ക് തോന്നുന്നു പവർ പ്ലേയിൽ എസ്പെഷ്യലി ഐ തിങ്ക് ഈസ് ഗോയിങ് ടു ബോൾ സം ഓവേഴ്സ്. ആൻഡ് നമുക്കറിയാം, സ്പീക്കിംഗ് അബൌട്ട് ചെന്നൈ സൂപ്പർ കിങ്സ്, നമ്മുടെ നാട്ടുകാരനായ സഞ്ജു സാംസണെ കുറിച്ച് ചോദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചാനൽ നടത്തുന്നതിൽ തന്നെ ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സഞ്ജു സാംസൺ ഇത്രയും നല്ലൊരു ഫാൻ ബേസ് ആയിരുന്നു. രാജസ്ഥാൻ റോയൽസിനെ ക്യാപ്റ്റൻസി ചെയ്ത് നല്ലോണം പെർഫോം ചെയ്ത് ഓൾമോസ്റ്റ് അവരെ ജയിപ്പിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ വരെ ഉണ്ടായ സീസൺസ് ഉണ്ട്. ആൻഡ് ഹി വാസ് an amazing performer for them. He had a wonderful World Cup. എനിക്ക് തോന്നുന്നു the best performance by a batsman in the knockout matches എന്ന് പറയാം. I think he's on his top form currently. He's in the form of his life എന്ന് പറയാം. എന്താണ് ചെന്നൈയിലോട്ട് സഞ്ജു കൊണ്ടുവരാൻ പോകുന്നത്? ലീഡർഷിപ്പ് ആണോ അതോ ഇമ്പാക്ട് ആണോ ആസ് എ ബാറ്റ്സ്മാൻ? ഓർ എന്താണ് സഞ്ജു കൊടുക്കാൻ പോകുന്ന ഒരു ഫ്ലേവർ ചെന്നൈക്ക്? Sanju Samson, and I think that's the big one, isn't it, for CSK this season? അവർ രണ്ട് പ്ലേയേഴ്സിനെ ട്രേഡ് ചെയ്തിട്ടാണ് സഞ്ജുവിനെ മേടിച്ചത്, ആൻഡ് കീ പ്ലേയേഴ്സ് ഓൾസോ, രവീന്ദ്ര ജഡേജ ആൻഡ് സാം കരൺ. അപ്പോൾ ദേ റിയലി വ്യൂ ഹിം ഹൈലി, ദേ റേറ്റ് ഹിം റിയലി ഹൈലി, and I know that they've been trying to get him for a couple of seasons before this also. So it shows that they rate him pretty high. So Sanju, സുധീഷ് പറഞ്ഞ പോലെ തന്നെ he brings in a lot of qualities. കഴിഞ്ഞ സീസൺ ആയാലും RR were in the knockouts, they were in the playoffs. And 3 seasons ago, I think he took them to the final, and that was not a very strong team. Not a lot of people gave them a big chance, but he took them to the final. So Sanju is going to be big. Obviously, if MS is going to be an impact player this season, we don't know that yet. If he's only going to come to bat, in that case, Sanju can keep as well a few games where MS is not available. And he's a gun fielder also. Even if MS is there on the as a keeper, he can like maybe step in as a good outfielder also. He's taken some flying catches in the boundary ropes and everything. We've seen all that. So he brings a lot of qualities, and just like Sudesh said, he's in the form of his life. Those 3 games, a virtual semi-final, a semi-final, a final. It's a dream, right? All of us as kids we've done this in our fantasies, in our dreams. Indikku vendi സെമി ഫൈനലും ഫൈനലും ക്വാർട്ടർ ഫൈനലും എല്ലാം കളിച്ച് ജയിപ്പിച്ച് കപ്പടിപ്പിക്കുന്ന ഒരു ഫോമാറ്റ്. ദാറ്റ്സ് വാട്ട് ഹി ഡിഡ്. ഹി ലിവ്ഡ് ഓൾ ഓഫ് അവർ ഡ്രീംസ്. സോ ഹീസ് കമ്മിങ് ഓൺ ഓഫ് എ ബിഗ് സീസൺ ആൻഡ് ഹീസ് ഗോണ ബി എ ബിഗ് പ്ലെയർ. ആൻഡ് ചെന്നൈയുടെ സ്ട്രെങ്ത് തന്നെ അവരുടെ ടോപ്പ് ഓർഡർ ആണ്. ലൈക്ക് ഐ വാസ് സേയിങ്, ഋതു, സഞ്ജു, മാത്രേ ആൻഡ് ഡെവാൾഡ്, ബ്രവിസ്, and even Shivam do it to an extent. Chennai will hope that all of them click, but most importantly, they'll hope that Sanju can click. He's the big one. Okay, hopefully Sanju, like ഇന്ന ടീമിന്റെ ഫാൻ എന്ന് ചിന്തിക്കാതെ എല്ലാവരും ഒരേപോലെ ഇത്തവണ നല്ലോണം എല്ലാ മലയാളികളും പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും സഞ്ജു. ആൻഡ് നല്ലൊരു സീസൺ ഉണ്ടാകട്ടെ, നല്ലൊരു സ്റ്റാർട്ട് ആകട്ടെ ചെന്നൈയുടെ കൂടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്തത് നമ്മുടെ തോമസിലോട്ട് മൂവ് ചെയ്യാണ്. തോമസിന് സംസാരിക്കാനുള്ളത് ലക്നൗ സൂപ്പർ ജയൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ലക്നൗ സൂപ്പർ ജയൻസ് ഒരു എന്താ പറയുക, ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസസ് എന്ന് പറയാം. ഓരോ സീസണിലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അവർ നൽകാറില്ല. എന്താണ് ലക്നൌവിൽ നിന്ന് ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? വളരെ കീ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് ബാറ്റിംഗ് ഓർഡർ ആണ്. നിക്കോളാസ് പൂരൻ, ഋഷഭ് പന്ത്, എയ്ഡൻ മക്രം ആൻഡ് മിച്ചൽ മാഷ്. ഇവര് 4 പേരും ക്ലിക്ക് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ദം. ദാറ്റ്സ് ദർ ദ കോർ സ്ട്രെങ്ത് ആസ് ഫാർ ആസ്. കാരണം അവരുടെ മിഡിൽ ഓർഡർ കുറച്ച് വീക്കാണ്. ആൻഡ് സോ ലാർജ്ലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദീസ് 4 players how it clicks for LSG this time. അതിൽ ലോട്ട് ഓഫ് ഹോപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓൺ ഋഷഭ് പന്ത്. പിന്നെ കമ്മിങ് ടു ദർ ബോളിംഗ് എൻഡ്, ഇപ്പോൾ ലാസ്റ്റ് ഇയർ മുഹമ്മദ് ഷമി വാസ് ആഡഡ് ടു ദർ സ്ക്വാഡ് and last year was not so great for him, so a lot of expectation on him this year. So that is also an important aspect for LSG. They have been largely an underperforming team until now. I think they have only got into 1 final, right? So and I think Sanjeev Goenka has huge expectations of him. So he has clearly mentioned in an interview that
all he'll not be happy with the knockout entry. He wants the final or the cup എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരെ വന്നിട്ടുണ്ടായിരുന്നു. So looking at this, LSG has a lot of expectations, has a lot of they might be playing under pressure. That's overall what I think about LSG. First underdogs ആണ്. We need to see how they will click under Rishabh Pant. സോ തോമസ് സൂചിപ്പിച്ച തൊട്ട് എനിക്കൊന്ന് പന്തിന്റെ ഫോം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ. വളരെ കഴിഞ്ഞ important. സീസണിൽ നമുക്കറിയാം ഒരു സെഞ്ചുറി അടിച്ചെങ്കിലും ഒരു സെഞ്ചുറി കഴിഞ്ഞ സീസണിൽ അടിച്ചിരുന്നെങ്കിലും ഹി വാസ് നോട്ട് ഇൻ ഗുഡ് ഫോം. ഹൗ ക്രൂഷ്യൽ, എത്ര ക്രൂഷ്യൽ ആണ് പന്തിന്റെ ഫോം LSGക്ക്? So that's a very interesting question. Pandinte form is as crucial for LSG. അപ്പൊ അതുപോലെ തിരിച്ചും ഈ തവണത്തെ T20 പെർഫോമൻസ് is so crucial for Pant also as far as his limited over career is considered. കാരണം last year he made around 269 runs and his average was around 24. In that there was a big century, about 118 runs ഒരൊറ്റ മാച്ചിലാണ് പുള്ളിക്കാരൻ അടിച്ചത്. So that is one thing. So he had a very underwhelming last IPL season. Secondly, Indian national team limited over, especially T20, he is down the pecking order. There is Sanju Samson, there is Ishan Kishan, and there is Jidesh Sharma. So പുള്ളിക്കാരൻ he is undisputed in red ball. പക്ഷെ വൈറ്റ് ബോളിൽ പുള്ളിക്കാരൻ ഒരു തിരിച്ചുവരവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. And this T20 IPL is very crucial for that. And the price tag is huge. He is bought in at about 27 crores. Yes. So our pressure on the Pulikarana. So this is very important. So it's a vice versa situation. He has to click for LSG, and this season LSG can contribute another will directly impact his ODI career. Indian suggestion is that he has been playing in number 4 for LSG last season, I think. So I think he should come at number 3 and he should do accumulator role, and so that he can get more balls, and maybe that last moment hitting Nicholas Puran can take care. That's about Okay, so Rishabh Pant. it's very crucial that Pant plays well. ഓക്കെ, സോ ഒരു ചോദ്യം കൂടെ തോമസിനോട്. LSGയുടെ ബോളിംഗ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ ഇന്ത്യൻ ബോളേഴ്സ് ആണ്, അല്ല ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. അപ്പം അവരുടെ yes. ആ ഒരു ഡിപ്പെൻഡൻസി അവരെ എത്രമാത്രം ബാധിക്കും? അതായത് ദിഗ്വേഷ് രാഥി ആണെങ്കിലും, മൊഹസീൻ ഖാൻ ആണെങ്കിലും, ആവേശ് ഖാൻ ആണെങ്കിലും, മയാങ്ക് യാദവ് ആണെങ്കിലും, ഇവരെല്ലാം ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. സോ ഈസ് ദാറ്റ് ഡിപ്പെൻഡൻസി ഗോയിങ് ടു കോസ്റ്റ് ദം? ഡെഫിനറ്റ്ലി ഒരു ഫോറിൻ പ്ലെയർ ഇല്ല എന്നുള്ള സിറ്റുവേഷൻ അവരുടെ ഒരു ടാക്ടിക്കൽ സ്ട്രക്ചർ, അവരുടെ ഒരു ടീം സ്ട്രക്ചറിന്റെയും കൂടെ ആണ്. കാരണം വി ക്യാൻ ഓൺലി ഹാവ് 4 players in the playing 11 from like foreign players. അതിനകത്ത് ടോപ്പ് 3 ആർ അൺഡിസ്പ്യൂട്ടഡ്. അതായത് അവരുടെ ടോപ്പ് ബാറ്റിംഗ് ഓർഡറിൽ ഓപ്പണേഴ്സ് എയ്ഡൻ മക്രം ആൻഡ് മിച്ചൽ മാഷ്, പിന്നെ അതിനുശേഷം 3 or 4 വരുന്ന നിക്കോളസ് പൂരൻ. സോ ദീസ് ആർ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർട്ടേഴ്സ്. പിന്നെ ആകെ ഉള്ളത് നമുക്ക് ഒരൊറ്റ സ്ലോട്ടേ ഉള്ളൂ. There maybe we can have Hasanaka, but he is injured at this point of time. Pinne only option which they have right now is experience option is Norjay. So അപ്പം ആ ഒരു അപ്പോൾ they bowling they have to depend on Indian options. So but നമുക്ക് Indian options, they have a plethora of options. ഇപ്പം ആവേശ് ഖാൻ ആയാലും, മൊഹസിൻ ഖാൻ ആയാലും, മുഹമ്മദ് ഷമി ആയാലും, മയങ്ക് യാദവ് ആയാലും, they have a big bouquet of bowlers. So I think they would be, but definitely ഒരു foreign player, 1 or 2 players കൂടെ അവർക്ക് bowling ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ that would have been good. So it is heavily dependent. സോ ഇന്ത്യൻ ബൗളിംഗ് എങ്ങനെ പെർഫോം ചെയ്യുന്നു അനുസരിച്ചിരിക്കും അവരുടെ ഇത്തവണത്തെ സീസൺ. ഓക്കെ, താങ്ക് യു തോമസ്. നെക്സ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. നമുക്കറിയാം ഷാറൂഖ് ഖാന്റെ ഓണർഷിപ്പിൽ ആദ്യം മുതലേ ഒരു ഗ്ലാമർ പരിവേഷമുള്ള, ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ഒക്കെയാണ് ഫാൻ ബേസ് നമുക്കറിയാം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. എന്നാൽ ഒരു ഗ്ലാമർ സൈഡ്, ഒരു സിനിമ, ഒരു ബോളിവുഡ് ടച്ചുള്ള ടീം എന്ന് പറയാവുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അവർക്കും നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് പല വലിയ വലിയ കളിക്കാരും അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊരു, എനിക്ക് തോന്നുന്നു അവർ ഫിൽ സോൾട്ടിനെ നല്ലോണം മിസ് ചെയ്തു കഴിഞ്ഞ സീസണിൽ. ഫിൽ സോൾട്ട് മൂവ് ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആൻഡ് ദർ വാസ് എ വെരി ബിഗ് ഹോൾ ഇൻ ദർ സ്ക്വാഡ്. ഇത്തവണ അവർ അതിനൊരു റീപ്ലേസ്മെന്റ് എന്ന രീതിയിൽ ഫിൻ അലനെയും എടുത്തിട്ടുണ്ട്. സോ ഫിൻ അലൻ ഐ തിങ്ക് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഓവർ ടിം സൈഫർട്ട്. ആദ്യം ഫിൻ അലനെ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫിൻ അലൻ ഒരു വലിയ അഡീഷൻ ആണ്. ഫിൻ അലന്റെ കൂടെ അജിങ്ക്യ രഹാനെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. സോ in case Finland misfires is when Tim Seifert comes into the picture.
പിന്നെ പറയാനുള്ളത് പതിരണ, മനീഷ പതിരണയെ അവർ വാങ്ങിയിരുന്നു, പക്ഷേ ഹീസ് ഇൻജേർഡ് റൈറ്റ് നൗ. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് പുള്ളി കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുക. ഹിസ് അഡീഷൻ ആൻഡ് ഇഫ് ദേ ക്യാൻ വിൻ സം മാച്ചസ് ബിഫോർ ഹി ജോയിൻ, ഐ തിങ്ക് ഇറ്റ് വുഡ് ബി എ ബോണസ്. പിന്നെ വൈഭവ് അറോറ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ഇത്തവണ കൊൽക്കത്തയുടെ ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ വൈഭവ് അറോറയായിരിക്കും. കാരണം ഹർഷിത് റാണ ഇസ് ഇഞ്ചേർഡ്. കുറേ ഇഞ്ചുറീസ് അവരെ അഫക്റ്റ് ചെയ്തു. സോ ഐ തിങ്ക് വൈഭവ് അറോറാസ് പെർഫോമൻസ് ഇസ് ഗോയിങ് ടു ബി കീ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഹർഷിത് റാണ. പിന്നെ നമുക്കറിയാം ആദ്യം തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. മുസ്താഫിസർ റഹ്മാനെ മാറ്റേണ്ടി വന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ബിക്കോസ് ഓഫ് ദ ബംഗ്ലാദേശ് പ്രോബ്ലം ഇഷ്യൂസ്. സോ അവർ ബ്ലെസ്സിംഗ് മുസ്തരാബാനിയെ റീപ്ലേസ്മെന്റ് ആയി എടുത്തിട്ടുണ്ട്. എന്നാണ് ജോയിൻ ചെയ്യുന്നത് ക്ലിയർ അല്ല. സോ ഈ ജോയിൻസ് അറ്റ് ദി ഏർലിയസ്റ്റ് ഐ തിങ്ക് ദേ ഹാവ് എ വണ്ടർഫുൾ ബോളർ ഇൻ ബ്ലെസ്സിംഗ് മുസ്തരാബാനി. പക്ഷേ ഇതൊന്നും അല്ല മേജർ ക്വസ്റ്റ്യൻ. ദ മേജർ ക്വസ്റ്റ്യൻ ഈസ് ദർ ഇസ് എ ബിഗ് ഹോൾ റൈറ്റ് നൗ ആസ് വെൽ. ആൻഡ്രി റസൽ എന്ന വലിയൊരു പ്ലെയറെ അവർക്ക് ഈ സീസൺ മുതലില്ല. കോച്ചായിട്ടുണ്ട്, ഒരു പവർ കോച്ച് എന്ന പേരിൽ ടീമിന്റെ കൂടെ ഉണ്ട്. അതിനു പകരം അവർ കാശ് സ്പ്ലാഷ് ചെയ്ത് വാങ്ങിയ പ്ലെയറാണ് കാമറൂൺ ഗ്രീൻ. നമുക്കറിയാം കാമറൂൺ ഗ്രീൻ അത്ര നല്ല ഫോമിലല്ല. ഈവൻ എനിക്ക് തോന്നുന്നു T20 വേൾഡ് കപ്പിലും ഒന്നും അത്ര നല്ലോണം കളിക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ല. സോ ഇറ്റ് വിൽ ബി വെരി ക്രൂഷ്യൽ ഹൗ കാമറൂൺ ഗ്രീൻ ഇസ് ഗോയിങ് ടു പെർഫോം. സോ അവരുടെ സ്റ്റാർട്ടിംഗ് തന്നെ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ഓരോ പ്ലെയേഴ്സും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി കാമറൂൺ ഗ്രീൻ. കാമറൂൺ ഗ്രീനിന് അറ്റ്ലീസ്റ്റ് റസൽ ചെയ്ത ഒരു 60% എങ്കിലും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഫോർ KKR. പിന്നെ മിഡിലോട് വെസ്റ്റ് ഇന്ത്യൻ പ്ലെയർ ആണ്, റോമാൻ പവൽ ഉണ്ട്. ഈസ് ഇൻ വെരി ഗുഡ് ഫോം. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അത്യാവശ്യം നല്ലോണം കളിച്ചായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് വർ വെരി അൺലക്കി നോട്ട് ടു മേക്ക് ഇറ്റ് ടു ദ ഫൈനൽ ഇൻ മൈ ഒപ്പീനിയൻ. അവർ നല്ലോണം കളിച്ചിരുന്നു വേൾഡ് കപ്പ്. സോ പവൽ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് വെൽ. ആൻഡ് ദെൻ കംസ് റിങ്കു ആൻഡ് രമൻദീപ്. ഐ തിങ്ക് റിങ്കും രമൻദീപും ആണ് IPL വൺ ഓഫ് ദി ബെസ്റ്റ് ഫിനിഷേഴ്സ് ആണ് അവർ. ഇഫ് ദേ ക്യാൻ പ്ലേ അക്കോർഡിംഗ്ലി വെൽ, ഐ തിങ്ക് കൊൽക്കത്ത ആർ ഗോയിങ് ടു ഹാവ് എ സ്ട്രോങ് സീസൺ. പിന്നെ അവരുടെ സ്പിന്നേഴ്സിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം വരുൺ ചക്രവർത്തി, സുനിൽ നാരായണൻ ടോപ്പ് സ്പിന്നേഴ്സ് ആണ്. വരുൺ ചക്രവർത്തി ചെറിയ ഒരു ബാഡ് പാച്ചിലൂടെ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ദി വേൾഡ് കപ്പിൽ പോയിരുന്നു. പക്ഷെ ഐ തിങ്ക് ഹി ഗോട്ട് ഇനഫ് റെസ്റ്റ് റൈറ്റ് നൗ. ഐ തിങ്ക് പുള്ളിക്ക് നല്ല റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ഹി വിൽ ബി മോർ ഫോക്കസ്ഡ് വെൻ ദ സീസൺ സ്റ്റാർട്ട്സ് ഇൻ ദി IPL. സോ ഓവറോൾ ഒരു നല്ല ബഞ്ച് ഓഫ് പ്ലെയേഴ്സ് ആണ് കൊൽക്കത്തയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് വി നോ ലൈക്ക് ദേ ഹാവ് ഹ്യൂജ് പ്രഷർ ടു പെർഫോം അറ്റ് ഈഡൻ ഗാർഡൻ. സോ അവരെങ്ങനെ ഈഡൻ ഗാർഡൻസിൽ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അവരുടെ ഓവറോൾ സീസൺ. ഇത്തവണ അവരുടെ കോച്ച് അഭിഷേക് നായരാണ്. ചന്ദ്രകാന്ത് പണ്ഡിറ്റിൽ നിന്നും അസിസ്റ്റന്റ് ആയിട്ട് നിന്നിരുന്ന അഭിഷേക് നായർ ഇപ്പോൾ ഫുൾ ടൈം കോച്ചിങ് എടുത്തിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ ബി ഹിസ് ഫസ്റ്റ് മേജർ സ്റ്റിന്റ് ആസ് എ കോച്ച് ഫോർ an IPL team. So it's looking like a very interesting season for KKR, and I think they will be there in the top 4 if the starting lineup clicks. അടുത്തത് നമുക്ക് വിഷ്ണുവിലോട്ട് നീങ്ങാം. അടുത്തത് നമ്മുടെ സഞ്ജു. വീണ്ടും സഞ്ജു കണക്ഷൻ ആണ് വിഷ്ണുവിന്. സഞ്ജു ഇല്ലാത്ത ടീം, അതാണ് വിഷ്ണുവിന് കിട്ടാൻ പോകുന്നത്. സഞ്ജു ഇത്തവണ ഇത് ഇത്രയും നാളും കളിച്ചിരുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽ. ഇത്തവണ അവരുടെ എന്താ പറയുക, അവരുടെ സ്വന്തം പുത്രൻ എന്ന് പറയാം, അവരവർ സ്വന്തമായിട്ട് ഏറ്റെടുത്ത സഞ്ജു സാംസൺ അവർക്കില്ല. സോ എന്താണ് രാജസ്ഥാൻ റോയൽസിനെ പറ്റി വിഷ്ണു ഈ സീസണിൽ എന്തായിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ പെർഫോമൻസ്? എക്സലന്റ് അനാലിസിസ് ഓൺ KKR. നമ്മൾ രാജസ്ഥാനെ പറ്റി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സീസൺ ഫോർ ദം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തോമസ് പറഞ്ഞ പോലെ RCBക്ക് സംഭവിച്ച പോലെ ഒരു ഓണർഷിപ്പ് ചേഞ്ച്. രാജസ്ഥാൻ റോയൽസ് ഗെറ്റിംഗ് ന്യൂ ഓണേഴ്സ് ദിസ് സീസൺ. ആൻഡ് സഞ്ജു പോയി, ദാറ്റ്സ് എ ബിഗ് ഹോൾ ടു ഫിൽ. ഇറ്റ്സ് എ ബിഗ് ഗ്യാപ്പ്, ബിഗ് ഷൂസ് ടു ഫിൽ ഇറ്റ്. പക്ഷേ അതേപോലെ തന്നെ ദേ ഹാവ് സമൺ കമ്മിങ് ബാക്ക് അല്ലേ, രവീന്ദ്ര ജഡേജ. അവര് കപ്പടിച്ച ഇന്നോഗ്രൽ IPL സീസണിൽ അവർക്ക് വേണ്ടി കളിച്ച ആളാണ് രവീന്ദ്ര ജഡേജ. ആൻഡ് ഹീസ് കമ്മിങ് ബാക്ക് ടു പ്ലേ ഫോർ ദം അഗെയിൻ. സോ മേ ബി ഹീസ് ദാറ്റ് മിസ്സിംഗ് ചാം അല്ലേ. ഹി കൻ ബ്രിങ് ബാക്ക് സം good fortune for the team. അപ്പോൾ Sanju is going to be a big miss. But then again, RR, it's a very interesting season for them. Again, another team in transition. Like I said, new owners, new setup, a bunch of new players coming in. Let's see how they're going to perform this season. So Sanju ഇല്ലാന്ന് നമുക്കറിയാം. അപ്പോൾ is it going to be a complete reset? Thing is, they're gonna they're gonna miss him big time because നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ CSKയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ he's someone who took them to a final a couple of years ago, and he's been a true leader for them. Big impact.
അപ്പോ സഞ്ജുവിനെ മിസ് ചെയ്യുമ്പോൾ തന്നെ ദേ ഹാവ് എ ന്യൂ സഞ്ജു കമ്മിങ് അപ്പ് അല്ലേ, വൈഭവ് Yes. സൂര്യവംശി, Mm. the teen sensation. അപ്പോൾ he made a big impact last season. അപ്പം വൈഭവും യശസ്വി ജയ്സ്വാളും കൂടെ ആയിരിക്കും ഇത്തവണ ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് their experienced campaigner Shimron Hetmyer coming in at number 3. He's most probably coming in at number 3 this season. പിന്നെ their new captain Riyan Parag. Yes. So yeah, that's going to be the top 4. Again, followed by Dhruv Jadal, Ravindra Jadeja. So even when we say that they're going to miss Sanju, it's still a very experienced top order, right? Except Yes. Vaibhav, it's a very people who played IPL for like 4-5 seasons. People who can single-handedly change games. Let it be Jaiswal, let it be Suryavanshi, let it be Hetmyer or Jadeja. It's still a very strong team. While they will miss Sanju, I still think that they can perform reasonably well. Maybe top 4 is going to be a little difficult for them this season, considering the competition is pretty tight, and they are a team in transition, and they are coming. And the biggest challenge will definitely be the new captain. അവർ സഞ്ജുവിനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ റയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസി ആയിരിക്കും ഇത്തവണ ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഐ പി എൽ ലെവൽ ഒരു സ്റ്റേജിൽ he's too pretty young to be a captain, so let's see how it's gonna be. ഓക്കെ. സോ അതേപോലെ മറ്റൊരു ആബ്സെൻസ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ മറ്റൊരു വലിയ ആബ്സെൻസ് ആണ് സാം കറൻ. ആൻഡ് ഐ തിങ്ക് അവര് റീപ്ലേസ് ചെയ്തത് ദഷിൻ ഷാനകയെ വെച്ചിട്ടാണ്. സോ ഡു യു തിങ്ക് ഷാനക ക്യാൻ be a proper replacement for Karan, or proper, not a replacement because Sam Karan കളിച്ചിട്ടില്ല ഇതുവരെ. So is he going to justify his inclusion instead of Sam Karan? Yeah, Karan is going to be a big one as well, because while Shanaga is a good player, he's not a like for like replacement. Yeah. Karan is someone who can bowl his 4 overs and then bat a bit and save a game, win a game. Shanaga is more like someone who bats and then bowls, like if there's an emergency, he can come in and bowl a few overs. So it's the opposite all-rounder. It's a batter who can bowl a bit. That's what Shanaga is. So I was looking at the team, and I think 2 players who are definitely going to start in the 4 overseas quotas are Hetmyer and Jofra Archer. I think as long as those 2 are fit, they will definitely start. പിന്നെ Sam Curran gap ആണ് third spot, the Sam Curran spot. So we'll have 2 players competing for it. ഒന്ന് ഷനകയാണ്, പിന്നെ I think Donovan Ferreira, Yeah. another all-rounder. But again, like Shanaga, he doesn't bowl much. He's a batter who can bowl if needed. അപ്പോൾ mid-order batter. So who's going to come in for Sam Curran? Will it be Ferreira? Will it be Shanaga? I think they'll probably, depending upon the horses for courses approach ആയിരിക്കും. ഒരു സീം ബൗളർ അല്ലെങ്കിൽ ഒരു മീഡിയം ഫാസ്റ്റ് ബോളർ ആണ് വേണ്ടെങ്കിൽ they'll go with Shanaga, and if they fancy a spinner, they might go with Ferreira. But it's going to be tough. Tough replacing Sam Curran. And the last spot will probably go to someone like Berger, because Adam Milne, I don't know if he's still fit. I remember that he missed the New Zealand World Cup squad because of injury. So Berger might start, and if Milne is fit, he might come into as the 4th pacer. But anyway, Sam Curran pattiyoru like for like alla, none of these players that we mentioned. So yeah, he's going to be a big miss for RR. Yeah. And I'm expecting RR to probably finish somewhere towards the last 4 spots, 7 to 10. That's what I'm seeing this season. But it won't be a big disappointment. Maybe they are rebuilding under a new captain. So yeah. So I think വേറൊരു ഇൻട്രസ്റ്റിംഗ്, അതെന്ന് വെച്ചാൽ it will be interesting to see if Berger and Archer play together. I think it's going to be a good couple of opening overs from there. അവർ രണ്ടുപേരുടെ ഒരുമിച്ച്, അതായത് ബർഗറിന് നല്ല ബൗൺസും കിട്ടും, ആർച്ചറിന് ഒബ്വിയസ്ലി ബൗൺസ് കിട്ടും, പക്ഷെ നല്ല ഫാസ്റ്റും ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് കോമ്പിനേഷൻ ഓപ്പൺ. സോ നെക്സ്റ്റ് രൂപേഷിനോടാണ്. രൂപേഷ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, നമുക്കറിയാം സൺറൈസേഴ്സ് ഹൈദരാബാദ് IPL ഒക്കെ ജയിച്ചിട്ടുള്ള ഒരു ടീമാണ്. എങ്ങനെയായിരിക്കും SRHന്റെ ഇത്തവണത്തെ സീസൺ? എന്താണ് SRHനെ കുറിച്ച് പൊതുവെ രൂപേഷിന് പറയാനുള്ളത്? ഓക്കെ, SRH നമുക്കറിയാം സൺ ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു ടീമാണ് SRH ഹൈദരാബാദ്. ഇപ്പൊ കുറച്ച് ഓൾറെഡി ഒരു കോൺട്രവേഴ്സിയിലൊക്കെ നിൽക്കുകയാണ് അവർ. ഓൾറെഡി ഇപ്പൊ 100-ൽ ഒരു പാകിസ്ഥാൻ പ്ലെയർ സൈൻ ചെയ്തതിന്റെ ഇതിലൊക്കെ ഒരു ചെറിയൊരു കോൺട്രവേഴ്സിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതെങ്ങനെ ആരാധകരിൽ പ്രതിഫലിക്കുന്നു അറിയില്ല, പക്ഷെ അതൊന്നും പ്രതിഫലിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റിംഗ് ലൈനപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്ലാസ്റ്റിംഗ് ബാറ്റിംഗ് ലൈനപ്പാണ് SRHന്റെ പ്രത്യേകത.
അതേപോലെ നോക്കുകയാണെങ്കിൽ, താഴോട്ട് നോക്കുകയാണെങ്കിൽ, അതായത് ബൗളിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ പരിതാപകരം ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മിൻസിന് ഒഴിച്ചു നിർത്തിയാൽ, പ്രത്യേകിച്ച് കമ്മിൻസിന് പരിക്കാണ്, കമ്മിൻസ് തുടക്കമുള്ള കളികൾ കളിക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടി വരുമ്പോൾ പിന്നെ ഇവർക്ക് അർഷൽ പട്ടേലാണ് ഇവരെ ബൗളിംഗ് ലൈനപ്പിനെ നയിക്കാനുള്ള ആള് എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. പോലും നമുക്ക് എത്രത്തോളം ഇവർക്ക് ഒരു ബൗളിംഗ് ലൈനപ്പ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് വലിയ സംശയമുണ്ട്. ഒരു വലിയ ഹൈ സ്കോറിംഗ് മാച്ച് അല്ലെങ്കിൽ ഹൈ സ്കോറിംഗ് വെന്യൂകളിൽ എതിരാളികളെ എങ്ങനെ ഇവർക്ക് ഇവരുടെ ബൗളിംഗ് ലൈനപ്പിന് തടയാൻ കഴിയുമെന്നുള്ളത് കണ്ടു തന്നെ കാണേണ്ടതാണ്. പക്ഷെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമുക്ക് എടുത്തു പറയണം. എക്സ്ട്രീംലി ഗുഡ് ബാറ്റിംഗ് ലൈനപ്പാണ്. നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്ന ബാറ്റിംഗ് ലൈനപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പാർട്ട് ഫ്രം എനിക്ക് തോന്നുന്നു മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുംബൈയോടൊപ്പം അതിൽ മേലെ നിൽക്കാൻ വേണ്ടി പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലത്തെ ബാറ്റിംഗ് ലൈനപ്പ് അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ട്രാവിസ് ഹെഡ്, ഹെൻറിച്ച് ക്ലാസൻ, അങ്ങനെ എണ്ണം പറഞ്ഞ് ഈവൻ മിഡിൽ ഓർഡറിലേക്ക് വന്നേക്കുന്ന ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആയാൽ പോലും എല്ലാവരും ഈ പറഞ്ഞ പൊട്ടൻഷ്യലുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു ശക്തിയിൽ ഇവർ ജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് കൂടെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ ബാറ്റിംഗ് ലൈനപ്പ് കഴിഞ്ഞ സീസണിൽ ഒരിക്കൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ ചില സമയത്ത് ഇവർക്ക് സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്പിൻ ബോളേഴ്സ്, പ്രത്യേകിച്ച് ഒരു സ്പിന്നേഴ്സിന്റെ അടുത്തൊക്കെ ചിലപ്പം ചില പോരായ്മകൾ ഇവർ കാണിക്കാറുണ്ട്. അഭിഷേക് ശർമ്മന്റെ നമ്മൾ വേൾഡ് കപ്പിലൊക്കെ കണ്ടതാണ്, പലപ്പോഴും ഓഫ് സ്പിന്നേഴ്സിന്റെ അടുത്ത് പോയി ട്രാപ്പ് കുടുങ്ങുന്നത്. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് ബാറ്റിംഗ് ലൈനപ്പ് നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയും IPL വൺ ഓഫ് ദ ബെസ്റ്റ് ബാറ്റിംഗ് ലൈനപ്പാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെത്. എനിക്കിനി ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഇഷൻ കിഷനാണ് ക്യാപ്റ്റൻ ഫോർ ദ ടൈം ബീയിങ് അല്ലേ. പാറ്റ് കമ്മിൻസ് കുറച്ച് കളികൾ മിസ് ചെയ്യും. എനിക്ക് തോന്നുന്നു പാറ്റ് കമ്മിൻസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വിട്ടു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഗോയിങ് ടു ബി മേജർ പോർഷൻ ഓഫ് ദി മാച്ചസ്, മെജോറിറ്റി ഓഫ് ദി മാച്ചസ് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എത്രമാത്രം ഒരു മിത്ത് ആയിരിക്കും പാറ്റ് കമ്മിൻസ് എന്ന പ്ലെയറിന്റെ അൺഅവൈലബിലിറ്റി? ഓക്കെ, കമ്മിൻസിന്റെ ബൗളിങ്ങിനെ നമ്മൾ എന്തായാലും മിസ് ചെയ്യും. അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ക്യാപ്റ്റൻസിയും ഒരു പരിധി വരെ. പക്ഷെ അത് അതിലൊരു നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിലും പറയാം. അതിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് രണ്ടും നമുക്ക് പറയാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റ് കമ്മിൻസ് ആണെങ്കിൽ കുറച്ചുകൂടി കൂൾ ആൻഡ് ഇതായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള നല്ലൊരു ക്യാപ്റ്റനാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ ടീമിനൊക്കെ മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റനായിരുന്നു. ഇഷാൻ കിഷൻ കുറച്ചുകൂടി അഗ്രസീവ് ടൈപ്പ് ആയിട്ടുള്ള, കുറച്ചുകൂടി എന്താ പറയാ, വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്റ്റനാണ്. പക്ഷെ ഇഷാൻ കിഷനെ നമുക്ക് ഒരിക്കലും മോശം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ നമ്മൾ കണ്ടതാണ് അവർ ജാർഖണ്ഡിനെ പുള്ളി നയിച്ച രീതി. ജാർഖണ്ഡിനെ പുള്ളി എന്താ പറയാ, ചാമ്പ്യന്മാരാക്കി മുന്നിൽ നിന്ന് നയിക്കാന്ന് പറയില്ല, അതുപോലെ രീതിയിൽ പുള്ളി നയിച്ചു എന്നുള്ളത് വളരെ എടുത്തു കാണേണ്ട ഒരു ഇതാണ്. ആ ഒരു പെർഫോമൻസ് ആണ് പുള്ളിക്ക്, അത് ത്രൂ ഔട്ട് പുള്ളി അതിന് ശേഷം വേൾഡ് കപ്പിലൊക്കെ കണ്ടിന്യൂ ചെയ്തത് ആ ഒരു പെർഫോമൻസ് ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ചിലപ്പോൾ നമുക്കൊരു ഫ്രഷ് ടൈപ്പ് ഓഫ് ടീമിനെ ചിലപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ കാണാൻ വേണ്ടി കഴിയും. അത് അങ്ങനെ ഒരു ഇത് ഇഷാൻ കിഷന് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷൻ കിഷൻ, ലിയാം ലിവിങ്സ്റ്റൺ, ഹെൻറിച്ച് ക്ലാസൻ, നിതീഷ് റെഡ്ഡി, ഇതാണ് അവരുടെ ടോപ്പ് സിക്സ്. വാട്ട് എ ടോപ്പ് സിക്സ്! എനിക്ക് തോന്നുന്നു ഇതാണോ IPL ഏറ്റവും എക്സ്പ്ലോസീവ് ബാറ്റിംഗ്? നമുക്കറിയാം ഓൾറെഡി അവരാണ് എക്സ്പ്ലോസീവ് ബാറ്റിംഗ്. കഴിഞ്ഞ സീസണിൽ അവർ വലിയ വലിയ സ്കോറുകൾ എടുത്തിരുന്നു. പക്ഷെ അവരൊരു വൺ ഡയമെൻഷണൽ ബാറ്റിംഗ് ലൈനപ്പാണെന്ന് ഞാൻ പറഞ്ഞാൽ രൂപേഷ് എന്ത് പറയും? മേ ബി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. വൺ ഡയമെൻഷണൽ ആണ്. അവർക്കൊരു നമ്മൾ കണ്ടു, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു കൊളാപ്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവർക്ക് അറ്റാക്ക് എന്നുള്ള രീതിയിലുള്ള ഒരേ ഒരു രീതിയിലാണ് ഇവർ കഴിഞ്ഞ സീസണിൽ കളിച്ചത്. ആ ഒരു രീതിയാണ് എങ്കിൽ ചിലപ്പോൾ ഇവർക്ക് സെറ്റ് ബാക്സ് നേരിടാൻ സാധ്യതയുണ്ട്. ഒരു എന്താ പറയാ,
വിക്കറ്റുകൾ പോകുന്ന സമയത്ത് ഒരു ആങ്കർ റോളിൽ നിന്ന് കളിക്കാൻ ആരെങ്കിലും ഒരാൾ തയ്യാറായില്ല എങ്കിൽ അങ്ങനെ തയ്യാറാവുന്ന ഒരു പ്ലെയേഴ്സ് പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥ നമ്മൾ മുമ്പും ഇവരെടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഇല്ലാതെ ആരെങ്കിലും ഒരാൾ ആ ഒരു റോൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഷാൻ കിഷനായിരിക്കും ആ റോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ജാർഖണ്ഡിന് വേണ്ടിയിട്ടൊക്കെ പുള്ളി അങ്ങനെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതൊരു മാറ്റം വന്നേക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ഡയമെൻഷണൽ രീതി തന്നെയായിരിക്കും. ഓക്കെ. സോ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് സീസൺ ആയിരിക്കും ഇത്തവണ SRHന്. സോ നമ്മൾ ഏകദേശം ഈ വീഡിയോയുടെ അവസാനത്തിലോട്ട് കടക്കുകയാണ്. നമ്മൾ ഇത്രയും ടീമുകളെ കുറിച്ച് കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. ഞാൻ തുടക്കം തന്നെ IPL ഇതുവരെ ജയിക്കാത്ത 2 ടീമിനെ കുറിച്ച് സംസാരിച്ചു. വിഷ്ണു സഞ്ജു സാംസണുമായിട്ട് റിലേറ്റഡ് 2 ടീമിനെ കുറിച്ച് സംസാരിച്ചു. തോമസ് വലിയൊരു RCB ഫാനാണ്, തോമസ് RCBയെ കുറിച്ച് സംസാരിച്ചു. രൂപേഷ് മുംബൈ ഇന്ത്യൻസ് ദ ബെസ്റ്റ് സ്ക്വാഡ് ഇൻ ദ ലീഗ്, ദ സ്ട്രോങ്ങസ്റ്റ് സ്ക്വാഡ് ഇൻ ദ ലീഗ് എന്ന് പറയുന്ന മുംബൈയെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ നമ്മൾ എല്ലാ ടീമുകളെ കുറിച്ചും കവർ ചെയ്യും. നമ്മൾ ഇത്രയും സംസാരിച്ചതിലേക്ക് നമ്മളൊരു IPL ആര് ജയിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ്, നമുക്കറിയാം അടുത്ത ദിവസങ്ങളിൽ തുടങ്ങുകയാണ്. നമ്മുടെ ഒരു പ്രേക്ഷകരോടുള്ള മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിന്നറെ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും ഒക്കെ എനിക്ക് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ചോദിക്കുന്നില്ല. നമുക്കത് നമുക്കത് ഒരു 1-2 കളിയൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. ഒരു ബോളൊക്കെ ഒന്ന് എറിഞ്ഞു തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ചോദിക്കാം. പക്ഷെ ഒരു ബോൾ പോലും എറിയുന്നതിന് മുമ്പ് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ആരായിരിക്കും IPL വിജയം. അപ്പൊ നമുക്ക് സീസൺ കഴിയുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനും എല്ലാം ഉപയോഗിക്കാം. അപ്പം നമുക്ക് ആദ്യം ഞാൻ ചോദിക്കുന്നത് തോമസിനോട്, ആരായിരിക്കും ഇത്തവണത്തെ IPL വിന്നർ? Okay, my heart is with RCB, Royal Challengers Bangalore, but I think Mumbai Indians will win their 6th IPL tournament this year. അതാണ് എന്റെ പ്രഡിക്ഷൻ. സോ മൈ bet is on Mumbai Indians. Okay, thank you. So Mumbai Indians, the strongest squad with Yes, Jasprit strongest Bumrah, squad, the Suryakumar most Yadav, stable Rohit Sharma. squad. ആവശ്യത്തിലേറെ അതെ. എന്താ പറയുക, ആയുധപ്പുരയിൽ ആവശ്യത്തിലേറെ എല്ലാ ടൈപ്പിലുള്ള ആയുധങ്ങളും ഉള്ള Yes. വെൽ ബാലൻസ് സ്ക്വാഡ് എന്ന് തന്നെ വേണം പറയാൻ. അബണ്ടൻസ് ഓഫ് ടാലന്റ് അല്ലേ? അബണ്ടൻസ് ഓഫ് ടാലന്റ്, എക്സ്പീരിയൻസ്, എവറിഥിങ്. ഓക്കെ. സോ തോമസ് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായ പ്രഡിക്ഷൻ ആണല്ലേ, മുംബൈ ഇന്ത്യൻസ് ജയിക്കും എന്നുള്ളത്. ഇത്രയും സ്ട്രോങ് സ്ക്വാഡാണ്. അപ്പോൾ തോമസ് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ജയിക്കുന്നതാണ്. അടുത്ത് നമുക്ക് ഒരു വേറെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ രൂപേഷിനോട് നമുക്ക് ചോദിച്ചു നോക്കാം. രൂപേഷ്, ആരായിരിക്കും ഇത്തവണ IPL? നോ, എനിക്ക് എന്റെ ഹാർട്ടും ബ്രെയിനും രണ്ടും മുംബൈ ഇന്ത്യൻസിനൊപ്പമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരു മുംബൈ ഇന്ത്യൻസിന്റെ ഫാനാണ് എന്ന് എങ്കിൽ പോലും ഇത് ആ ഒരു ഫാനായിട്ട് പറയുന്നതല്ല. കണക്കിലെ കളികൾ വെച്ച് നോക്കുകയാണെങ്കിൽ, പേപ്പറിൽ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഡെഫിനറ്റ്ലി ഈ വർഷം മുംബൈ ഇന്ത്യൻസിന് വളരെയധികം സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അവര് ഫിനിഷ് ചെയ്ത ഒരു മൊമെന്റം, കഴിഞ്ഞ വർഷം നല്ലൊരു സീസണിലാണ് ഫിനിഷ് ചെയ്തത്. അതേ മൊമെന്റം അവർ ഈ വർഷം തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് മുംബൈ ഇന്ത്യൻസിന്റെ സീസൺ ആവാനാണ് സാധ്യത. ഇപ്പോൾ രൂപേഷും തോമസും പറയുന്നത് 6ാമത്തെ IPL കിരീടം മുംബൈ ഇന്ത്യൻസ് ഇത്തവണ കൊണ്ടുപോകുന്നു. ഓക്കെ. വിഷ്ണു എങ്കിലും വേറൊരു ഉത്തരം, എനിക്കറിയാം ഞാനേതാ പറയാൻ പോകുന്നതെന്ന്. അത് മുംബൈ ഇന്ത്യൻസ് അല്ല എന്തായാലും ഞാൻ പറയാൻ പോകുന്നത്. വിഷ്ണു, ആരാണ് ഇത്തവണത്തെ IPL ജയിക്കാൻ പോകുന്നത്? ദേവി ഇത് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ചിലപ്പോ എന്നോട് ആദ്യം ചോദിച്ചിരുന്നത് ഞാൻ ചിലപ്പോ മുംബൈ ഇന്ത്യൻസ് പറഞ്ഞു പോയത്. പക്ഷെ ഇത്തവണ മുംബൈ ഇന്ത്യൻസ് അല്ലാതെ വേറൊരു ടീമിനോട് ബെറ്റ് ചെയ്യുന്നത് ആക്ച്വലി വളരെ റിസ്കി എടുത്ത് ഈ കളിയാണ്. ബട്ട് യു നോ മീ, ഐ ലവ് അണ്ടർഡോഗ്സ്. ഇത്തവണ ഒരു അണ്ടർഡോഗ് കപ്പടിക്കുക എന്നുള്ളത് ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻ. സോ ഐ എം ഗോണ ഗോ വിത്ത് ഗുജറാത്ത് ടൈറ്റൻസ് ദിസ് സീസൺ. അപ്പോ നമുക്ക് ഇത്തവണ മുംബൈ ഇന്ത്യൻസിനെ മലത്തിയടിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് കപ്പ് കൊണ്ടുപോകും എന്ന് നമുക്ക് നോക്കാം. ഐ ഹോപ്പ് സോ. ഓക്കെ. സോ ശുഭ്മൻ ഗിൽ ഇത്തവണ അതെ, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇന്ത്യയുടെ രണ്ടാമത്തെ ടെസ്റ്റ് ആൻഡ് ODI ക്യാപ്റ്റൻ ഇത്തവണ IPL കപ്പ് പൊക്കുമോ എന്നുള്ളതാണ്. സോ 1, 2, 4, 1 എന്നാണ് വിഷ്ണു പറയുന്നത്. അതെ, ഇനി ഞാൻ പറയാം. ഈ സാല കപ്പ് നംദേ. ഈ സാല ഓൾസോ ദ കപ്പ് ഇസ് ഗോയിങ് ടു ബി നംദേ. സോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു RCB ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യും. ബിക്കോസ് ഐ തിങ്ക് ദേ ആർ കമ്മിങ് ബാക്ക് ടു ചിന്നസ്വാമി ആഫ്റ്റർ ദ മേജർ ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻ ലാസ്റ്റ് ടൈം. കഴിഞ്ഞ നമുക്കറിയാം ടൈറ്റിൽ സെലിബ്രേഷനിൽ അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഉണ്ടായി.
ഇത്രയും ക്രേസ് ആയുള്ള ഫാൻസ് ഇവർക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇവൻ എല്ലാ ടീമുകളും ചെറുതായിട്ടും, എനിക്കറിയാം അവരുടെ റെക്കോർഡ് ചിന്നസ്വാമിയിൽ അത്ര നല്ലതല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ അവരത് തിരിച്ചു പിടിക്കും. ഐ തിങ്ക് RCB, ചെന്നൈ സൂപ്പർ കിങ്സ് പണ്ട് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത കൂട്ട് ഇത്തവണ RCB ഡിഫെൻഡ് ചെയ്യുമെന്നാണ്. എനിക്കറിയാം മുംബൈ ആണ് സ്ട്രോങ്. എനിക്കറിയാം തോമസും രൂപേഷ് ചേട്ടനും ഒരുപക്ഷെ വിഷ്ണുവിനോട് ആദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുംബൈ പറഞ്ഞേനെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തവണ RCB ഡിഫെൻഡ് ചെയ്യുന്നു. യെസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഡിക്ഷൻസ് എല്ലാം ഓക്കെ. നമുക്ക് നോക്കാം ആര് കറക്റ്റ് ആകുന്നു. ഇവരെന്തൊന്നും അല്ലാതെ വേറൊരു ടീം ജയിച്ചാൽ ഒരു വെറൈറ്റി കോമഡി ആയിരിക്കും. സോ എന്തായാലും ഈ വീഡിയോയുടെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. സോ IPL റിവ്യൂ ഇവിടെ തീരുകയാണ്. നമ്മൾ ഇതിന്റെ ഒരു പാർട്ട് 1 വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇത് പാർട്ട് 2 ആണ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഒരു നല്ല IPL സീസൺ ആകട്ടെ. ഇത്തവണത്തെ ഒരു എന്റർടൈനിങ് സീസൺ ആകട്ടെ. സ്റ്റാർട്ടിങ് ഫ്രം 28th of March നമ്മൾ ഓരോരോ വീഡിയോ ഇടുന്നതായിരിക്കും. ഈവൻ ഷോർട്സും റീൽസും എല്ലാം ഇടുന്നതായിരിക്കും. നിങ്ങൾ കാണുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് വിഷ്ണു, താങ്ക്സ് രൂപേഷ്, താങ്ക്സ് തോമസ്. Catch you next time. Thank you.